ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന അഞ്ചൽ ടൗണിൽ ശൗചാലയം ഇല്ലാത്തതിൽ പ്രതിഷേധമുയരുന്നു. പുനലൂർ, കുളത്തൂപ്പുഴ, ചണ്ണപ്പേട്ട, ആയൂർ എന്നീ ഭാഗത്തേക്ക് പോകുവാനുള്ള ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ്. ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിനുള്ള യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് അഞ്ചലിൽ എത്തുന്നത്. ആൾക്കാരാ വരുന്നത്. സ്ത്രീകളും എല്ലാവരും ബുദ്ധിമുട്ടോടെ ഒരു ബാത്റൂം ഇല്ലാതെ ഇവിടെ ബാത്റൂം എന്ത് ചെയ്യുക, എവിടെ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ താഴെ മാർക്കറ്റ് ജംഗ്ഷനിൽ പോകാൻ പറഞ്ഞാൽ വിടുന്നത്. അവരോട് 30 രൂപ കൊടുത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ പോയി ബാത്റൂമിൽ പോകണം. ഇല്ലാതെ ആൾക്കാർ വലയുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ ഓടി നടക്കുക. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ വരും. വളരെ ബുദ്ധിമുട്ടാണ്. ബസ് സ്റ്റേഷൻ ഇല്ലാതെ വ്യാപാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും പ്രശ്നമില്ല. ഒരു വർഷം മുമ്പാണ് അഞ്ചൽ ടൗണിലെ പഴയ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു കളഞ്ഞത്. ഇതോടെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് വക കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചത്. പഞ്ചായത്തിന്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചതോടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചു കളയുകയായിരുന്നു. ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറി അഞ്ചൽ ചന്തമുക്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനവും ഭാഗികമായി മാത്രമേ ഉള്ളൂ. ബസ്സിലേക്ക് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യമായി ഒരു പാസ് വേണം, ബുദ്ധിമുട്ടാണ്. നേരത്തെ ഇവിടെ പഞ്ചായത്ത് ബിൽഡിംഗ് സമയത്താണെങ്കിൽ അതിന് ഏറ്റവും കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ ഉപകാരപ്രദമായിരുന്നു. അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന അഞ്ചൽ പട്ടണത്തിലാണ് ഒരു ശൗചാലയം പോലും ഇല്ലാത്ത അവസ്ഥയുള്ളത്. അടിയന്തരമായി അഞ്ചൽ ടൗണിൽ ശൗചാലയം സ്ഥാപിച്ച് പൊതുജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും ആവശ്യം.